വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ഞങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഏറ്റുപറയുന്നു. അവിടുത്തെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ കൂടിവരവിനെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആശ്രയം സങ്കേതം എല്ലാവർക്കും ഒരാശ്രയമായി മാറ്റിയതിനാൽ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ ഭവനത്തിലായിരിക്കുന്നവർ അനുഭവിക്കുന്ന സമാധാനം ചുറ്റുപാടുമുള്ള എല്ലാ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും നാനാജാതി മതസ്ഥരിലും അവിടുന്ന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ മറന്ന് മനുഷ്യരെ മാനിക്കാതെ മനസാക്ഷിക്ക് വിരുദ്ധമായി ജീവിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ അസമാധാനം വ്യക്തികളിലും കുടുംബങ്ങളിലും കൂട്ടായ്മയിലും സഭയിലും സമൂഹങ്ങളിലും അനുഭവിക്കുന്ന ഈ അവസരത്തിൽ അവിടുത്തെ ശാശ്വതമായ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അന്യായങ്ങളും അക്രമങ്ങളും അനീതിപരമായ വ്യവസ്ഥിതികളോട് മനസ്സിലാക്കുന്നുവല്ലോ. അവയ്ക്കെല്ലാം മോചനം നൽകുവാൻ അനുതാപത്തിലൂടെ അനുരഞ്ജനം പ്രാപിച്ച് ദൈവം നൽകിയിട്ടുള്ളത് മറ്റുള്ളവരുമായി ദാനധർമ്മങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് ജീവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഈ ആശ്രയ സങ്കേതത്തിന് വേണ്ട സഹായം ചെയ്യുവാൻ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഇവിടെ കൂടി വന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ സങ്കേതത്തിൽ താമസിക്കുന്ന സഹോദരി സഹോദരന്മാരെ അവിടുന്ന് പരിപാലിക്കണമേ. നേതൃത്വം നൽകുന്ന ജോസിനെയും സഹപ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങേ മഹത്വത്തിനായി ചെയ്യുവാനിടയാക്കണമേ എന്ന് രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കൂട്ടും കാവലും നാം എല്ലാവരുടെ മേലും ശിക്ഷയും സ്ഥാപനത്തോട് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലോകത്തോടും ലോകരോടുകൂടി ഇപ്പോഴില്ല ഇപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.